ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്പീസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ മുരിങ്ങയില ഉപയോഗിച്ച് എങ്ങനെ വട ഉണ്ടാക്കാമെന്നത് കാണിച്ചു തരാം. മുരിങ്ങയിലയിൽ 300-ൽ പരം രോഗങ്ങൾ ഇല്ലാതാക്കാനായിട്ടുള്ള കഴിവുണ്ട്. അത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ പല്ലിനും എല്ലിനും ഒക്കെ ശക്തി തരും. ഇരുമ്പിൻ്റെ ഫോസ്ഫറസിൻ്റെ അംശം അതിൽ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് മുരിങ്ങയിലിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ പരിപ്പ് എടുത്ത് അതിനെ ഒരു 3 മണിക്കൂർ കുതിർത്ത് എടുത്ത പരിപ്പാണിത്. പിന്നെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ചതച്ചെടുത്തേക്കുന്നതാണിത്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ 2 പച്ചമുളക് ഉണ്ട്, ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് മുരിങ്ങയില, ആവശ്യത്തിന് ഉപ്പ്, ഒരു പീസ് ഇഞ്ചിയും, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒത്തിരി വേപ്പില. ആദ്യം നമുക്ക് ഈ പരിപ്പും ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാം. അത് ഫുള്ള് സ്മൂത്തായിട്ട് വരരുത്, കുറച്ച് തരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. മുളകൊന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഈ മുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് പരിപ്പിനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു കയ്യിൽ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഇട്ട് ഇട്ടു. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില ഇട്ടിട്ടുണ്ടാക്കുന്ന പരിപ്പ് വടയാണ്. തിന്നിട്ടുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ കഴിച്ചു നോക്കുക. ഞങ്ങളുടെ ഇവിടെ മൈസൂർ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് പറഞ്ഞു തന്നത്. എല്ലാവരും കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് കുറച്ച് മുരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒരു റെഡ് കളറാവണ വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പരിപ്പ് വട മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുക്കാം. ഇപ്പം നല്ല മഴയൊക്കെ എല്ലായിടത്തും, നാട്ടിലായാലും ഇവിടെ ആയാലും നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴയൊക്കെ പെയ്യണ സമയത്ത് നമുക്ക് ചായയുടെ കൂടെ ഇങ്ങനെ പരിപ്പ് വട, കടലയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല എരിവുള്ള സാധനങ്ങളൊക്കെ വറുത്ത് ഇങ്ങനെ മഴയും കണ്ടുകൊണ്ട് തിന്നാനായിട്ട് നല്ല രസമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ മഴയൊക്കെ പെയ്തേക്കണ കാരണം നല്ല മുരിങ്ങയിലയൊക്കെ നല്ല ക്ലീനായിരിക്കും, പൊടിയൊന്നും ഉണ്ടാവില്ല അതിൽ. അതുമല്ല എല്ലാം നല്ല പുതുതായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ടാവും. എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാവും മുരിങ്ങയില, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലുണ്ടാവും. നാളെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട്